ഇവിടെ ഡൈനിങ് ഹാളിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അവിടെ പുറത്തുണ്ടായിരുന്നു. പിന്നെ അവൾ ബേക്കിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ അവന് ഈ സൗണ്ട് കേട്ടപ്പോൾ മോന് നേരെ അടുക്കളയിലേക്ക് ഓടിപ്പോയി. പിന്നെ അവന് പിന്നെ ഹസ്ബൻഡ് ഈ സഹദ് പറയുന്ന ആൾ പിന്നെ ഈ മണ്ണ് ചവിട്ടിയാണ് പിന്നെ അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. മതിൽ ചാടി ഓടുമായിരുന്നു. ഈ റൂമിലായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. കള്ളാടി ദുരന്തത്തിൽ ഒരു പള്ളി പൂർണ്ണമായി മണ്ണിനടിയിലേക്ക് പോയി. പിന്നീട് ഉണ്ടായിരുന്നത് ഈ വീടാണ്. ഈ വീടിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്ന് വീടിനകത്ത് കല്ലും മണ്ണും വലിയ തോതിൽ ചെളിയും അടിഞ്ഞ് കിടക്കുകയാണ്. ഇത് നമുക്ക് അവർ കിടക്കുന്ന ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഈ ഭാഗ്യം കൊണ്ടാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ഈ 2 പേരും ഒരു കുട്ടിയും അങ്ങനെ 3 ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ക്ലോക്കാണ് ഉള്ളത്. ആ ക്ലോക്ക് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ സമയത്തും ഇങ്ങനെ ഈ സമയം നിലച്ചുപോയ ചില ഘടികാരങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഈ ദുരന്തം ത്തിൻ്റെ ഒരു വ്യാപ്തി വീടിനകത്ത് കയറി കഴിഞ്ഞാൽ മനസ്സിലാകും. എനിക്കിവിടെ നിൽക്കാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ഇവരുടെ ഈ വീട്ടുകാരുടെ ബന്ധുക്കൾ ഉണ്ട്. ഇവരുടെ ഈ വീട്ടിലെ ഭൂരിഭാഗം ആളുകളും വിദേശത്തായിരുന്നു അല്ലേ? അവർ അതിൻ്റെ തലേ ദിവസം ഉംറക്ക് പോയതാണ് 3 ആൾ. പിന്നെ മോളും മരുമോനും ചെറിയ കുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അവരെ വീട്ടിലേക്ക് മടങ്ങാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. എങ്ങനെയാണ് ഇത്ര വലിയ മണ്ണ് വന്ന് അടിഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത്? മോന് ഇവിടെ ഡൈനിങ് ഹാളിലായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് അവിടെ പുറത്തുണ്ടായിരുന്നു. പിന്നെ അവൾ ബേക്കിൽ കുളിക്കുകയായിരുന്നു. അപ്പോൾ അവന് ഈ സൗണ്ട് കേട്ടപ്പോൾ മോന് നേരെ അടുക്കളയിലേക്ക് ഓടിപ്പോയി. പിന്നെ അവന് പിന്നെ ഹസ്ബൻഡ് ഈ സഹദ് പറയുന്ന ആൾ പിന്നെ ഈ മണ്ണ് ചവിട്ടിയാണ് പിന്നെ അവരെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിയത്. മതിൽ ചാടി ഓടുമായിരുന്നു. ഈ റൂമിലായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഫോണ്, പേഴ്സ് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. ഡോക്യുമെന്റ്സ് എല്ലാം കിട്ടിയോ? ഇതിൻ്റെ അടിയിലാണ്. ഒന്നും കിട്ടിയിട്ടില്ല. എല്ലാം കിട്ടണം. ഈ കുട്ടി എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? 6 വയസ്സ്. നിങ്ങൾ കണ്ടല്ലോ, ഇത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ബെഡ്റൂമാണ്. ഈ തൊട്ടടുത്ത് കാരണം നിങ്ങൾ അവിടെ നിന്ന് മീഡിയക്കാർ നോക്കുമ്പോൾ വീടിന് ഒരു കുഴപ്പമില്ലാന്നാണ് ഫ്രണ്ടിൽ നിന്ന് കാണുന്നത്. പക്ഷേ വീടിനുള്ളിലുള്ള അവസ്ഥ ഇതാണ്. കാരണം പകുതിയോളം മണ്ണാണ്. അവരെ ബെഡ്റൂം പൂർണ്ണമായും തകർന്ന് ഒരാളെ ഹൈറ്റിൽ മണ്ണുണ്ട്. ഇതാണ് ഡൈനിങ് ഹാള് തൊട്ടടുത്ത് കാണുന്നത്. ഡൈനിങ് ഹാളിലും പകുതിയോളം മണ്ണാണ്. വീട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. പക്ഷേ താഴോട്ട് വീണിട്ടില്ല. ഈ മണ്ണ് നീക്കുന്ന സമയത്ത് വീട് എന്തായാലും നിലംപതിക്കുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ ഈ കോൺക്രീറ്റിൻ്റെ ആ ഭാഗങ്ങളെല്ലാം തന്നെ അടർന്ന് നിൽക്കുകയാണ്. എന്തായാലും ഈ വീട്ടിൽ ഇനി ഒരു താമസം എന്നുള്ളത് സാധ്യമല്ല. നമുക്ക് ആ റോട്ടിലേക്കും ഇവിടെ നിന്ന് കാണാം. ആ പാലത്തിന് തൊട്ടടുത്തുള്ള വീടാണ്. അതിന് സമീപത്ത് തന്നെയായിരുന്നു ഒരു പള്ളിയും ഉണ്ടായിരുന്നത്. ആ പള്ളി ഇവിടെ ഒരു തെളിവുമില്ല. അതിൻ്റെ ഒരു ധർമ്മപ്പെട്ടി മാത്രമാണ് ബാക്കി ലഭിച്ചത്. ഈ വീടിൻ്റെ ഉപയോഗിക്കാൻ കഴിയാത്ത വിധം പൂർണ്ണമായി തകർന്നു പോയിരിക്കുകയാണ്. ഇവിടെ ആ പാലത്തിന് തൊട്ടടുത്താണ് എന്തായാലും വീട് ഉള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ വിദേശത്തുള്ള ആളുകൾ എത്തിയാലും അവർക്ക് ഈ വീട്ടിൽ താമസിക്കുക എന്നുള്ളത് അപ്രായോഗികമായാണ്. അതിനുള്ളൊരു സംവിധാനം കൂടി സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകുമെന്ന് വേണം പ്രതീക്ഷിക്കാൻ. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 വയനാട്.